പുരിവെയിലിനെ പൊരുതിത്തോൽപ്പിച്ച് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇനി യഥാർത്ഥ പോരാട്ടത്തിലേക്ക് കടക്കാം. നാളെ മുതൽ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും. വിജ്ഞാപനത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കെ മുന്നണികൾ ഓരോന്നും എവിടെ എത്തി നിൽക്കുന്നു? UDF സർക്കാരിൻ്റെ അഴിമതിയും പാളിപ്പോയ മദ്യനയവും ഉയർത്തിക്കാട്ടിയുള്ള ആക്രമണം LDFന് എത്രത്തോളം തുണയാകും? നേതാക്കളുടെ വാക്കുകൾ വളഞ്ഞു തുണയാകുമോ എന്ന് നോക്കുന്ന UDFന് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനാകുമോ? സംസ്ഥാന നേതാക്കളിൽ പ്രതീക്ഷ നശിച്ച BJP സുരേഷ് ഗോപിയുടെ സ്ഥാനക്കയറ്റത്തിലൂടെ നൽകുന്ന സന്ദേശമെന്ത്? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രധാനപ്പെട്ട 3 മുന്നണികളുടെ നേതാക്കളായ ശ്രീ BRM ഷഫീർ, A റഹീം, സുരേഷ് എന്നിവർ. ചർച്ചയിലേക്ക് കിടക്കുന്നു. ശ്രീ BRM ഷഫീർ, ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ കണ്ണൂരിൽ പ്രസംഗിച്ചതിൽ നിന്നാണ് ഇന്നത്തെ രാഷ്ട്രീയം കേരളം കണ്ടുണരുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇത്രയധികം ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു ദിവസമാണ് തുടങ്ങിയിരിക്കുന്നത്. നാളെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങുന്ന ദിവസമാണ്. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി, 136ഓളം കേസുകൾ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ 31 കേസുകൾ കൈകാര്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ. ഒപ്പം മദ്യനയത്തിൽ അവർക്കുള്ള ചീത്തപ്പേര്, ഇതെല്ലാമാണ് ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ മുമ്പാകെ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ നാളെ മുതലുള്ള പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. സഖാവ് VS അദ്ദേഹത്തിൻ്റെ സർവൈവൽ, നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലാണ്. ഇന്നലെ തന്നെ ടങ്ക് സ്ലിപ്പായിട്ടൊന്നുമല്ല കേരളത്തിൻ്റെ CPMൻ്റെ അനിഷേധ്യനായ നേതാവ് സഖാവ് പിണറായി വിജയൻ, കേരള ബഹുമാനിക്കുന്ന നേതാവാണ്, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് VSനെതിരായിട്ടുള്ള പാർട്ടി വിരുദ്ധ റിപ്പോർട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, LDF വന്നാൽ എല്ലാം ശരിയാക്കും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആദ്യം ശരിയാക്കുന്നത് സഖാവ് VS അച്യുതാനന്ദനായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇന്നലെ ഇപ്പോൾ കണ്ടത്. 2, മദ്യനയത്തെ സംബന്ധിച്ച് ഇന്നലെ ഒരാഴ്ച മുമ്പ് സഖാവ് യെച്ചൂരി പറഞ്ഞു, ഞങ്ങൾ വന്നാൽ കേരളത്തിലെ ബാറുകളിലൂടെ UDF നിരോധിച്ച വിദേശ മദ്യങ്ങൾ കൊടുക്കുകയില്ല. എന്നാൽ സഖാവ് പിണറായി വളരെ ആധികാരികമായി തന്നെ പറഞ്ഞു, ഞങ്ങൾ മദ്യനിരോധനത്തിന് എതിരാണ്, ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് വർജനം മാത്രമേ ഉള്ളൂ. വർജനത്തിൻ്റെ ഒരു ടൈം ലിമിറ്റ് പറയാൻ കഴിയില്ല, ചിലപ്പോൾ വളരെ നീണ്ടു പോയേക്കാം. ഇനി മദ്യനിരോധനം കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വ്യക്തമാണ് LDF രാഷ്ട്രീയപരമായി വളരെ പുറകിലാണ്. 1 അവർ തമ്മിലുള്ള അഭിപ്രായ ഇല്ലായ്മ. 2 മദ്യ വിഷയത്തിൽ അവർക്ക് തനതായൊരു നയം അവരുടെ പ്രകടന പത്രികയിൽ ഒരു ലൈൻ പോലും വരച്ചിടാൻ അവർക്ക് കഴിഞ്ഞില്ല. 3 ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് പ്രകടന പത്രികയിൽ എന്തെല്ലാം പറഞ്ഞോ അതും അതിനപ്പുറവും ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് വൻകിട പദ്ധതികൾ, മറുഭാഗത്ത് പാവങ്ങളെ ഇതുപോലെ സഹായിച്ച കാരുണ്യ പദ്ധതികൾ, ഇത് രണ്ടും തുടരണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഒരു സംശയം വേണ്ട, കേരളത്തിലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഏകദേശം 13നും 17നും ഇടയ്ക്കുള്ള സീറ്റുകൾ നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു കംഫർട്ടബിൾ മാർജിനോട് കൂടി അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസത്തിലാണ് ഐക്യജനാധിപത്യം. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിൻ്റെ തൊട്ട് തലേനാൾ രാത്രിയിലുള്ള UDFൻ്റെ ആത്മവിശ്വാസമാണ് BRM ഷഫീർ ഇപ്പോൾ പറഞ്ഞത്. ശ്രീ A റഹീം, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് അതിന് കവിഞ്ഞ ആത്മവിശ്വാസമായി ആണോ കാണുന്നത്? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? പരാജിതനാകാൻ പോകുന്ന ആൾക്കാർക്ക് എന്തും പറയാം, അതാണ് അങ്ങനെയാണല്ലോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്? ഇവിടെ ചില കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അഭിപ്രായ ഐക്യമില്ലായ്മ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചാണ്. ശ്രീ ഷഫീർ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കേരളത്തിലെ ഏതു മണ്ഡലത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു റിബൽ ശല്യം നേരിടുന്നത്? നിങ്ങൾ പറ. നിങ്ങൾ കംഫർട്ടബിൾ മാർജിനോടുകൂടി വരുമെന്ന് പറയുന്നത് തിരുവല്ലയെ കൂടി ഉൾപ്പെടുന്ന മണ്ഡലമല്ലേ? നിങ്ങൾ പറയുന്ന തിരുവല്ലയിൽ എത്ര ഇടങ്ങളിലാണ് നിങ്ങൾക്ക് ഇപ്പോഴും വിമത ശല്യം ഉള്ളത്? വിമത ശല്യം പോലും പരിഹരിക്കാനാകാത്ത ഒരു പാർട്ടി, നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി പരിഹരിക്കാനാകാത്തൊരു പാർട്ടി ഞങ്ങളെ ചൂണ്ടി പറയുകയാണ്. നിങ്ങൾ മനപ്പായസമുണ്ട. ഉമ്മൻചാണ്ടി സർക്കാർ യഥാർത്ഥത്തിൽ ഒന്നും രാഷ്ട്രീയ ആയുധമില്ല. അന്ന് സഖാവ് VSൻ്റെ, സഖാവ് പിണറായിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ആയുധവും ഇല്ലാതിരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി അതിൽ നിന്ന് വിളവെടുക്കാമെന്ന് കരുതുകയാണ്. ഒരു കാരണവശാലും ആ പണപ്പായസം നിങ്ങൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് നടക്കാൻ പോകുന്നില്ല. ഒറ്റക്കെട്ടായി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കേരളത്തിൻ്റെ മാനസികാവസ്ഥ ഈ ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തുക എന്നതാണ്. നിങ്ങളിവിടെ സൂചിപ്പിച്ചല്ലോ,
എന്താണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞത് നടപ്പിലാക്കിയത്? 63.6 ലക്ഷം യുവാക്കൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എത്ര പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തു? നിങ്ങൾ ജനങ്ങളോട് പറ. നിങ്ങൾ പുതിയ പ്രകടന പത്രിക ഇറക്കിയല്ലോ. എന്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ പെൻഷൻ കിട്ടാതെ ജീവനക്കാർ ആത്മഹത്യ ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെല്ലാം പൊളിഞ്ഞു. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ അഥവാ ഏതെങ്കിലും 100-200 രൂപ നിങ്ങൾ കൊടുത്താൽ അത് ഈ പറയുന്ന വീട്ടിൽ നിന്നും ഓട്ടോ എടുത്ത് പോയി വാങ്ങിക്കൊള്ളണമെന്നാണ് പാവപ്പെട്ട വൃദ്ധരായ മനുഷ്യരോട്, കർഷക തൊഴിലാളികളോട് നിങ്ങൾ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്യുന്നു, അത്തരക്കാർക്ക്, പാവപ്പെട്ടവർക്ക് മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വീടുകളിലെത്തിക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. എല്ലാം മുടക്കമില്ലാതെ കൊടുക്കും. 1000 രൂപയായി സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ഉയർത്തും. വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. KSRTC ജീവനക്കാർ, സർക്കാർ ജീവനക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. KSRTC ജീവനക്കാർ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ. സർക്കാർ ജീവനക്കാർ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നു, ആദിവാസികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ നിങ്ങൾ പറയുന്നു എല്ലാം കൊടുത്തു. ആർക്കാ കൊടുത്തത്? നിങ്ങൾ കൊടുത്തു. സന്തോഷ് മാധവന് കൊടുത്തു, വിജയ് മല്യയ്ക്ക് കൊടുത്തു. സന്തോഷ് മാധവൻ മുതൽ വിജയ് മല്യ വരെ, പോപ്സൺ ഗ്രൂപ്പ്, അങ്ങനെ എല്ലാവർക്കും നിങ്ങൾ കൊടുത്തു. ഒരു സിനിമയുണ്ട് ശ്രീലാൽ, നമ്മുടെ ഈ അഴകിയ രാവണൻ സിനിമയിൽ ശ്രീനിവാസൻ ചെന്നൊരു പറയുന്നുണ്ട്, ഇവിടെ വരുന്നവർക്കെല്ലാം പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ വരുന്ന മുതലാളിമാർക്കെല്ലാം, ഇവിടെ വരുന്ന കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമെല്ലാം ഭൂമി പതിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷ് മാധവന്മാർ സെക്രട്ടറിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. കേരളത്തിലെ ഭൂരഹിതരായ ആദിവാസികൾ, ഭൂരഹിതരായ മനുഷ്യർ, അവർക്ക് നിങ്ങൾ ഭൂമി കൊടുക്കുന്നില്ല. സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് നിങ്ങൾ പട്ടയം കൊടുത്തല്ലോ. എത്ര പേർക്ക് അതിൽ ഭൂമി കിട്ടി? രവീന്ദ്രൻ പട്ടയം എന്നെല്ലാം തന്നെ പട്ടയത്തിന് ചില വിളിപ്പേരുള്ളതുപോലെ ഇന്ന് സോണിയ പട്ടയം എന്നൊരു പട്ടയം കൂടി അവർ എഴുതി ചേർത്തു എന്നല്ലാതെ എന്ത് ചെയ്തു? EMS സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി, മുഴുവൻ പേർക്കും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഞങ്ങൾ പദ്ധതി ഇട്ടു, ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. എന്തായി വീട്? നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും കൊടുത്തോ? EMS സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി ധാരാളം കാര്യങ്ങളുണ്ട്, അവർ അത് പറയും നാളെ മുതൽ. ശ്രീ സുരേഷ്, BJP എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മോഡൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഒരു കൃത്യത ഇതുവരെ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. നിങ്ങൾ പലപ്പോഴും ഈ രണ്ട് മുന്നണികളും ശരിയല്ല, ഞങ്ങളാണ് മൂന്നാമതൊരു ബദൽ എന്ന് പറയുമ്പോൾ ഓരോ കാര്യത്തിലും ഇതാണ് ഞങ്ങളുടെ ബദൽ മാതൃക, ഞങ്ങൾ വന്നാൽ ഇതാണ് ചെയ്യുക എന്ന് നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ഓരോ മുന്നണിക്കും എന്ന് പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നത്. ഇന്ന് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ ഒരു നേതാവ് എന്ന് പറയാവുന്ന നിങ്ങളുടെ താര പ്രചാരകനായ ശ്രീ സുരേഷ് ഗോപിയെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ രാജ്യസഭയിലേക്ക് ഉയർത്തുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ വെള്ളം കോരി വിറക് വെട്ടി നടക്കുന്ന നേതാക്കളെ മാറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയെ ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം കൂടി ജനങ്ങൾ ഇപ്പോൾ ചോദിക്കില്ലേ? ഡോക്ടർ ലാലിൻ്റെ ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJP പറയുന്നത് കഴിഞ്ഞ 58 വർഷക്കാലമായിട്ട് കേരളം മാറി മാറി ഭരിച്ചിരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന നമ്മുടെ CPMൻ്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ രണ്ട് കാര്യത്തിന് ഉത്തരവാദി BJP അല്ല. 58 വർഷമായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ച LDFും UDFുമാണ്. ഇവർ രണ്ടുപേരും പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണ്. കോൺഗ്രസിനെതിരെ CPM പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണ്. CPMനെതിരെ കോൺഗ്രസ് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണ്. ഈ ശരി ഈ കേരളത്തിലെ 3 കോടിയിൽ പരം വരുന്ന ജനത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനായിട്ട് പറയുന്ന ഈ ശരി യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ഗതികേടാണ്. ഈ കേരളം ഇന്ന് 45 ലക്ഷത്തോളം യുവാക്കൾ തൊഴിലില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ, അരിപ്പയിലും ആറളത്തുമൊക്കെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ 6 അടി ഭൂമി പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ കുടിൽ കെട്ടി കിടക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ, പശ്ചിമഘട്ടം ഇടിച്ചു നിരത്തുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ പുതിയ മറ്റ് രീതിയിലുള്ള വികസനത്തിൻ്റെ പേരിൽ ഇവിടുത്തെ ഭൂമാഫിയയ്ക്ക് കേരളത്തെ തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മാർട്ടിൻ മുതൽ ഇവിടെയുള്ള കൊള്ളക്കാരന്മാർക്ക് ഈ നാടിനെ തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ പദ്ധതികൾ കിട്ടാതിരിക്കുന്നുവെങ്കിൽ, ഇവിടുത്തെ KSRTC നഷ്ടത്തിലേക്ക് ഓടുന്നുവെങ്കിൽ, ഈ കേരളത്തിലെ സർവീസ് മേഖലയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ദുരിതം ബാധിക്കുന്നുവെങ്കിൽ,
ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഈ 58 വർഷം ഭരിച്ച എൻ്റെ 2 സുഹൃത്തുക്കളുടെയും പാർട്ടികൾ ചെയ്തു വച്ച കുഴപ്പങ്ങളാണ്. ഈ കുഴപ്പത്തിൽ നിന്ന് കേരളം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഗുജറാത്തിലേതുപോലെ, അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലേതുപോലെ, രാജസ്ഥാനിലേതുപോലെ വികസനത്തിൻ്റെ പുതിയ പന്ഥാവിലേക്ക് കേരളം പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 18 മാസക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന ചടുലമായിട്ടുള്ളൊരു ഭരണം, കഴിവുറ്റൊരു ഭരണം, പാവങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ ഏർപ്പെടുത്തിക്കൊണ്ട് 28 കോടി പാവങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയ ഭരണം, ഈ രീതിയിലുള്ള ഭരണത്തിൻ്റെ ഗുണം കേരളത്തിന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. 34,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കേരളത്തിലേക്ക് 58 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം കേരളത്തിലേക്ക് അനുവദിക്കപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കേരളം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ അവസാനത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകിയിട്ടില്ല. ഇത്തരത്തിലുള്ള വസ്തുതകളിലേക്ക് കേരളം ചിന്തിച്ചു തുടങ്ങി. കേരളം മാറാൻ ആഗ്രഹിക്കുന്നു. ഇടതിൽ നിന്നും വലതിൽ നിന്നും മാറി നേരിൻ്റെ പാതയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം കേരളത്തിൽ വേണമെന്നുള്ള ഒരു വലിയ അലയൊലി കേരളത്തിൽ ഉയർന്നിരിക്കുന്നു. അവസാനത്തെ ചോദ്യം വളരെ വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. ഞങ്ങളെ വിമർശിച്ചുകൊണ്ടാണെങ്കിലും ഡോക്ടർ ലാൽ ഈ ചോദ്യം എടുത്തിട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ശ്രീ സുരേഷ് ഗോപി ഇരിക്കുന്ന സ്ഥാനം, സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കലാകാരന്മാരുടെ പട്ടികയിൽ നിന്നാണ്. കലാകാരന്മാരുടെ പട്ടികയിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ രാഷ്ട്രീയക്കാരല്ലാതെ കലാശാസ്ത്ര മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ആൾക്കാരെ ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് അയക്കുന്ന ഒരു പാരമ്പര്യം അന്തസ്സോടുകൂടി BJP കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ആ കലാകാരൻ പദവി കിട്ടിയാൽ ഉടനെ പോയി BJPക്ക് വേണ്ടി പ്രചരണം നടത്തുമെന്നാണ് പറയുന്നത്. ഈ കലാകാരൻ അദ്ദേഹത്തിന്റെ മേഖലയ്ക്ക് എന്ത് സംഭാവനയാണ് നൽകുക എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇദ്ദേഹമാണോ നിങ്ങളുടെ ആ ലിസ്റ്റിൽ കലാകാരന്മാരിൽ ഏറ്റവും മുകളിൽ പരിഗണിക്കപ്പെടേണ്ട ആൾ എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയതെന്നതും അവിടെ വിഷയമായി നിൽക്കുന്നു. ഞാൻ അതിലേക്കല്ല ഇപ്പോൾ ചർച്ച കൊണ്ടു ഞാൻ വരാം. ഞാൻ സുരേഷിന് അവസരം തരാം. പക്ഷേ ആദ്യഘട്ടത്തിൽ നിങ്ങൾ 3 പേരും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെ നിൽക്കുന്നു, നാളെ മുതൽ പത്രികകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ BRM ഷഫീർ, ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും കഴിഞ്ഞ 1.5 വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നല്ലതായി കരുതാൻ സുരേഷിന് മടിയില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളും റഹീമിൻ്റെ മുന്നണിയും ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞ 58 വർഷമായി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് ശ്രീ സുരേഷ് പറയുന്നത്. അതിനകത്ത് അവർ ഒരു പ്രശ്നവും ഏറ്റെടുക്കാനും തയ്യാറല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളാണ് കഴിഞ്ഞ 5 വർഷം ഈ സംസ്ഥാനം ഭരിച്ചത്. ഇവിടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്താണ് ജനങ്ങൾ അന്വേഷിക്കുക? നിങ്ങളുടെ പ്രകടന പത്രികയിലൂടെ നിങ്ങൾ എന്തൊക്കെ പറയുന്നു? നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് നിങ്ങളുടെ ഭരണം മുന്നോട്ട് പോയത്? ഇത് രണ്ടും വിലയിരുത്തപ്പെടും. അതിനകത്ത് അഴിമതി ഒരു വലിയ പ്രശ്നമായി പ്രതിപക്ഷം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? അപ്പുറത്തെ അവരുടെ പ്രശ്നം മാത്രം ചൂണ്ടിക്കാട്ടുമോ? നിങ്ങൾക്ക് ആ പ്രശ്നമില്ല എന്ന് പറയുമോ? മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ KCBC പോലും ഇന്ന് നിങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? ഒന്ന് വികസനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വികസനത്തിൻ്റെ കാര്യത്തിൽ 35 കൊല്ലമായി മുടങ്ങിക്കിടന്നിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വം ഇപ്പോൾ BJP അവകാശപ്പെടുകയാണ്. ഞാനതിനെ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരുടെ കുറച്ച് സഹായങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് കിട്ടിക്കാണുമായിരിക്കും. പക്ഷേ ഒരു കരാറുണ്ടാക്കി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ UDF വഹിച്ച പങ്ക് കേരളത്തിലെ ജനസമൂഹത്തിന് അറിയാം. ഒന്ന്, കണ്ണൂർ വിമാനത്താവളമായിരുന്നാലും സ്മാർട്ട് സിറ്റി ആയിരുന്നാലും ഹൈവേകളുടെ വികസനമായിരുന്നാലും 9 പരം മെഡിക്കൽ കോളേജിലായിരുന്നാലും 13 താലൂക്കുകൾ ഉണ്ടാക്കിയിരുന്ന കാര്യമായിരുന്നാലും എല്ലാ ഞങ്ങളുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വികസനമാണെന്നല്ല പറഞ്ഞത്. അപ്പുറത്തെ വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രശ്നങ്ങളാണ് 1-2 മിനിറ്റിൽ പറയാൻ ശ്രമിച്ചത്. ഞാൻ അത് വെച്ചാണ് നിങ്ങളോട് ചോദിച്ചത്. പ്രതിപക്ഷം നിങ്ങളെക്കുറിച്ച് പറയുന്നത് അഴിമതിയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞാൻ പറയാം. മദ്യനയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? മദ്യനയത്തിന്റെ കാര്യത്തിലുള്ള നിലപാട് ഞാൻ വ്യക്തമായി പറയാമല്ലോ. ഞങ്ങളുടെ മദ്യനയം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ച മദ്യനയമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? 720 ബാറുകളിൽ ഒഴിച്ചുകൊണ്ടിരുന്ന ഹോട്ട് ലിറ്റർ അഥവാ പിന്നെ ഈ വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഞങ്ങൾ നിരോധിച്ചു. ഇവർ പല ആളുകളും ബാർ മുതലാളിമാരുമായിട്ട് ഒത്തീർപ്പുണ്ടാക്കിയപ്പോഴും ഞങ്ങൾ ഒരു സന്ധി. ഷഫീർ, അവിടെ സംശയം, നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി മദ്യം നിരോധിക്കുമെന്നാണ്. നിങ്ങൾ പറയുന്ന ഓരോ നടപടിയിലൂടെയും സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇല്ലാതായി എന്നുള്ളതല്ലാതെ മദ്യം കഴിച്ചുകൊണ്ടിരുന്നവർ
അത് അടുത്ത ദിവസം മുതൽ കഴിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എത്ര തെളിവുണ്ട്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഈ മദ്യനയം വന്നതിന് ശേഷം 2,45,122 ലിറ്ററിൻ്റെ അളവ് കുറഞ്ഞു. ഇത് ഞങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് പറയുന്നതല്ല, ഇത് നിയമസഭയിൽ വെച്ച കണക്കാണ്. 2, ഇവിടെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുറെ കാലം പോയി. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറയാം. ഇന്നത്തെ വാർത്ത ഇതൊന്നും അല്ല. ഈ 5 സ്റ്റാർ ആയി ഹോട്ടലുകൾക്കെല്ലാം ഇപ്പൊ അവർക്ക് ലൈസൻസിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന സുപ്രീം കോടതി അത് സമ്മതിക്കുകയും ചെയ്യും. 5 സ്റ്റാറിന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. 5 സ്റ്റാർ ബാറുകൾക്ക് അനുവാദം കൊടുക്കുന്നത് ആരാ? കേരളമല്ലല്ലോ. 5 സ്റ്റാർ ബാറുകളുടെ മാനദണ്ഡം നിശ്ചയിക്കപ്പെടുന്നത് കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പാണ്. അതിപ്പോ ബിജെപിയുടെ കയ്യില. അതിന് മറുപടി പറയേണ്ട ബിജെപി ആണ്. 2, ഞാൻ പറയട്ടെ, ആ 5 സ്റ്റാർ ബാറുകൾ, ഞാൻ പറയട്ടെ, 5 സ്റ്റാർ ബാറുകൾ ഞാൻ പറയട്ടോ, 2000 റഹീം കേന്ദ്രത്തിന്റെ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. ഞാൻ പറയട്ടെ, 5 സ്റ്റാർ ബാറുകളുടെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് കേന്ദ്രം. 5 സ്റ്റാർ ബാറുകളുടെ സ്റ്റാർ പദവി നിശ്ചയിക്കുന്നത് കേന്ദ്രം. പക്ഷേ 5 സ്റ്റാർ ബാറുകളിൽ NOC കൊടുക്കാനുള്ള അവകാശം തദ്ദേശ സ്വയംഭരണ ഏത് സ്ഥലത്താണോ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 8 5 സ്റ്റാർ ബാറുകൾക്ക് അനുവാദം കൊടുത്തു എന്നാണ് നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. റഹീം പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സുധീരന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കർശനമായി ഇടപെടും. ഞങ്ങൾ 5 സ്റ്റാർ ബാറിന്റെ മറവിൽ ഞങ്ങൾ UDF കൂടിയിട്ട് പറഞ്ഞതാ, ഇനി 5 സ്റ്റാർ ബാറുകളാക്കി നിലവാരം ഉയർത്തി ഞങ്ങൾ കൊണ്ടുവന്ന മദ്യനയത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും ബാറുകാർ ശ്രമിച്ചാൽ ഈ ഗവൺമെന്റ് ഇത് കൊടുക്കുകയില്ല. ചോദ്യം വളരെ കൃത്യമാണ്. എന്താണ് പറയും? ഒരു ഉരുണ്ട് എളുപ്പമില്ല. 2013 കാര്യമല്ലേ? 2013 ഒരു മിനിറ്റ് ഷഫീർ, ഇതൊന്നും അല്ല പ്രശ്നം. ഇപ്പോ മദ്യം നിരോധിച്ചു എന്നാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്കാണ് പോകുന്നത്. മദ്യവർജനം പോലും അല്ല എന്നാണ് നിങ്ങളുടെ ഒരു വലിയ വാദം. ആ കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ മദ്യം നിങ്ങളുടെ ഈ നടപടി കൊണ്ട് നിരോധിക്കപ്പെട്ടിട്ടില്ല. മദ്യം കിട്ടുന്നതിന് കുറവില്ല. മദ്യം പഴയ ശാലകളിൽ നിന്ന് മാറി പുതിയ പദവികളുള്ള സ്ഥലത്തേക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ നയം തന്നെ നിലവിലുണ്ട്. ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നയത്തിലെ മാത്രമല്ല കേന്ദ്ര സർക്കാർ മാത്രമല്ല, ഇവിടെ ഇപ്പോ 8 ബാറുകൾ പദ്ധതിയിൽ 4 എണ്ണത്തിന് അനുവാദം കൊടുക്കാൻ പറഞ്ഞത് ഹൈക്കോടതി സുപ്രീം കോടതിയുമാ. ഞാൻ പറഞ്ഞുതരാം. 8 ലൈസൻസിൽ നെടുമ്പാശ്ശേരിയിലെ അതുപോലെ തൃശ്ശൂരിലെ ജോയി പാലസ് ഹൈക്കോടതി പറഞ്ഞിട്ടാ കൊടുത്തത്. എന്റെ ചോദ്യം, 5 സ്റ്റാർ ബാറുകൾക്ക് അനുമതി കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ റോൾ ഉണ്ടോ ഇല്ലയോ? 5 സ്റ്റാർ ബാറുകൾക്ക് അനുവാദം കൊടുക്കുന്ന കാര്യത്തിൽ NOC കൊടുക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളാണ്. സ്റ്റാർ പദവി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സുപ്രീം കോടതി അംഗീകരിച്ച മദ്യനയത്തിൽ 5 സ്റ്റാർ ബാറുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് സുപ്രീം കോടതി അംഗീകരിച്ച ഉത്തരവ്. ഒരു മിനിറ്റ്, നമ്മളിങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഷഫീർ, ഒറ്റ ചോദ്യം ഇതാണ്. ഈ 5 സ്റ്റാർ പദവി ആ ഹോട്ടലിന് ആര് കൊടുക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അത് കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് കൊടുക്കുകയോ ചെയ്തോട്ടെ. അവിടെ ബാർ ലൈസൻസ് കൊടുക്കുന്നതിന് ആരാണ് നടപടി എടുക്കുന്നത്? ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? 23 ബാറേ ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ഉത്തരം പറയുന്നില്ല. ബാർ മുതലാളിമാർ ബാർ ലൈസൻസ് ആരാണ് കൊടുക്കുന്നത്? ബാർ ലൈസൻസ് പറയട്ടെ, ആരാണ് കൊടുക്കുന്നത്? 23 ബാറുകളാണ്. നിങ്ങളാണോ ബാർ ലൈസൻസ് കൊടുക്കുന്നത്? ബാർ ലൈസൻസ് കേന്ദ്ര സർക്കാരിന് ഒട്ടനവധി സ്റ്റാർ പദവി നിശ്ചയിക്കുന്നത് കേന്ദ്രമാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പ്, കേന്ദ്ര ടൂറിസത്തിന്റെയും കേന്ദ്ര ടൂറിസത്തിന്റെയും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി. നിങ്ങൾക്ക് റോളില്ല. ഈ കമ്മിറ്റി റോൾ എന്താ? പക്ഷേ ബാർ ഇവിടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ NOC കൊടുത്തില്ല എങ്കിൽ ഈ കേരളത്തിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ സംസ്ഥാന സർക്കാരാണ്. ഇടയ്ക്ക് കയറി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ റഹീം, എന്താണ് ശ്രീ ഷഫീർ പറഞ്ഞതിനെ നിങ്ങൾ എതിർക്കുന്ന ഘടകം? ഒന്നുകിൽ 5 സ്റ്റാർ കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് റോളില്ല എങ്കിൽ അത് പറയണം. അങ്ങനെയാണെങ്കിൽ പിന്നീടും പറയരുതായിരുന്നു. ഇന്ന് സുധീരൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ കർശനമായി ഇടപെടും, കർശനമായി ഞങ്ങൾ നിയന്ത്രണം കൊണ്ടുവരും. അപ്പോൾ നിയന്ത്രണം കൊണ്ടുവരാൻ ഇവർക്ക് അധികാരം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം?
അതല്ലേ അർത്ഥം? അതെങ്ങനെയാണെന്നറിയോ? എങ്ങനെ പറയാൻ? ഞാൻ പറഞ്ഞു തരട്ടെ, അധികാരം ഉണ്ടെന്നല്ലേ അർത്ഥം? ആ അധികാരം എന്തുകൊണ്ട് ഇപ്പൊ വിനിയോഗിച്ചില്ല? എന്താ ഇപ്പൊ വിനിയോഗിച്ചില്ല? കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് ശ്രീലാൽ. പക്ഷേ ഈ പ്രശ്നം വന്നപ്പോ ചേർത്തുന്നതറിയോ? നോൺ ആൽക്കഹോളിക് സ്റ്റാർ 5 സ്റ്റാറിന്റെ ഒരു സാങ്കേതികത്വം രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ ലാപ്പിൽ താങ്കൾ ചോദിച്ച ചോദ്യം എന്ത്? താങ്കൾ പ്രധാനപ്പെട്ട ചോദ്യം എന്ത്? വളരെ കൃത്യമായി അഴിമതിയെ കുറിച്ച് ഈ ചർച്ചയുടെ ഒരു നിങ്ങൾ മറുപടി പറയൂ. നിങ്ങൾ മറുപടി പറ. ഈ മന്ത്രി 136 അഴിമതി കേസുകളാണ് ശ്രീലാൽ 2014 അംഗീകരിച്ച് സുപ്രീം കോടതി വരെ പോയ മദ്യനയത്തിൽ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ആ രണ്ട് ചോദ്യത്തിന് എനിക്ക് സ്ട്രേറ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഷഫീർ വെറുതെ ബേളം വെച്ചിട്ട് കാര്യമില്ല. ഒന്നിതാണ്, ഈ ബാർ ലൈസൻസ് കൊടുത്തത് ആരാണ്? നിങ്ങളുടെ സർക്കാരല്ലേ? ബാർ ലൈസൻസിന് NOC കൊടുത്തത് അവിടുത്തെ തദ്ദേശ സ്ഥാപനം. ബാർ ലൈസൻസ് കൊടുത്തത് ആരാണ്? നിങ്ങൾക്ക് ഷഫീർ ഒരു മിനിറ്റ്, ഈ ജനങ്ങൾ നിങ്ങളോട് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനായിട്ട് ആവശ്യപ്പെടേണ്ടതാണ്. അതാണ് നടക്കേണ്ടത്. ഇത്തരം തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് ഒറ്റ വാക്കിൽ എന്തുകൊണ്ട് ഉത്തരം പറയുന്നത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു. ബാർ ലൈസൻസ് നിങ്ങളാണോ കൊടുത്തത്? ബാർ ലൈസൻസ് നിങ്ങളാണോ കൊടുത്തത്? ബാർ ലൈസൻസ് നിങ്ങളാണോ കൊടുത്തത്? ബാർ ലൈസൻസ് നിങ്ങളാണോ കൊടുത്തത്? എന്റെ ചോദ്യത്തിന് ഉത്തരം, ബാർ ലൈസൻസ് നിങ്ങളാണോ കൊടുത്തത്? നിങ്ങളാണോ കൊടുത്തത്? അതെ, നിങ്ങൾ കൊടുത്തു. തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കൊടുത്തു, തുറന്നു പറഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് എന്താണ്? മദ്യ നിരോധനമാണ്, മദ്യവർജനം പോലും പാടില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ കളിയാക്കുന്നു. മദ്യവർജനമല്ല, അതല്ലേ മദ്യവർജനം. കൂടുതൽ ബാറുകൾക്ക് കൊടുത്തുകൊണ്ടാണോ? ഞാൻ ചോദിക്കട്ടെ, പഞ്ചനക്ഷത്ര പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ പദവി കൊടുത്തുകൊണ്ടാണോ, ബാർ ലൈസൻസ് കൊടുത്തുകൊണ്ടാണോ നിങ്ങൾ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്? നിങ്ങൾ അത് കാത്തിരിക്കുകയാണോ? നിങ്ങൾ അതിനെതിരെ പോകണ്ടേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇല്ല, സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഈ നയം ഉണ്ടാക്കാനുള്ള എല്ലാ അധികാരവും സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആ മദ്യ നയം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഭേദഗതി വരുത്തുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും പറഞ്ഞല്ലോ. 2014 ഞാൻ പറഞ്ഞുതരാം. 2014 ഓഗസ്റ്റ് മാസം 22-ാം തീയതിയാണ് നിങ്ങൾ ഈ ചരിത്രത്തിൽ പറയുന്ന വലിയ തീരുമാനം എടുത്തത്. ആ വലിയ നിങ്ങളുടെ നേതാവ് സിഗരറ്റിന്റെ പോക്കറ്റിൽ ഈ കവറിൽ എഴുതി കൊണ്ടുവന്ന സാധനം, പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞ സാധനം, അതൊക്കെ 2014 ഓഗസ്റ്റ് 22-നാണ്. അന്നാണ് ഈ മദ്യ നിരോധനം എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അന്ന് കഴിഞ്ഞിട്ട് 2 വർഷമാകാൻ പോകുന്നു. നിങ്ങൾ ഇതുവരെ ആ നയത്തിൽ ഘട്ടം ഘട്ടമായി കൊടുക്കുകയാണ്. ഘട്ടഘട്ടമായി കൗണ്ടർ കൂട്ടി. നിങ്ങൾ നോക്കൂ, കൗണ്ടർ കൂട്ടി, ലൈൻ കൂടി, ഇപ്പോൾ പഞ്ചനക്ഷത്ര ബാറുകൾക്ക് കൊടുക്കില്ല, വരുമാനം കൂടി. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരു കാര്യം തിരുന്നില്ല. രണ്ടാമതൊരു കാര്യം, കോൺഗ്രസ് അതായത് എന്തുകൊണ്ട് കർണാടകയിൽ ഈ നയം നടപ്പിലാക്കി? സിനിമയെ പറയുന്ന പോലെ ഈ ക്യൂബയെ കുറിച്ച് പറയുന്നത് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി. എന്റെ ചോദ്യം, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതോടുകൂടി ഈ വിഷയം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് വിടുകയാണ്. ഷഫീർ ഇല്ല, ഒറ്റ ചോദ്യം ഇതാണ്. ഷഫീർ ചോദ്യം കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയാതെ. ഷഫീറെ, അതായത് ഈ മദ്യ നയം നിങ്ങൾ പറയുന്നു മദ്യ നിരോധനമാണ് എന്ന്. അതെ, ഘട്ടം ഘട്ടമായി 2014 തൊട്ട് നിങ്ങൾ ഈ ഘട്ടം ഘട്ടമായിട്ട് ഭയങ്കര നിർബന്ധമായിട്ട് ചെയ്യുകയാണ്. അന്ന് തൊട്ട് എന്റെ ചോദ്യം, ഇപ്പൊ പോലും അന്ന് വിചാരിച്ച ആളുകൾക്കൊക്കെ ഇന്നും മദ്യം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. നിങ്ങൾ എവിടെയാണ് ഒരു കപ്പ് മദ്യമെങ്കിലും അകറ്റി നിർത്തിയിട്ടുള്ളത്? ആർക്കാണ് വാങ്ങിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്? എവിടെയാണ് അത് കിട്ടാത്തതായിട്ടുള്ളത്? ഇതാണോ ഘട്ടം ഘട്ടമായിട്ടുള്ള നിരോധനം? എന്തുകൊണ്ട് KCBC നിങ്ങളുടെ മദ്യനയത്തിൽ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ ലാൽ, നിങ്ങൾ വിചാരിക്കുന്നത് ഇത് നിങ്ങളുടെ KPCC പ്രശ്നത്തിന് മനസ്സിലാവുന്നില്ല, KCBCക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ പറയുന്നു
ഈ നയം വന്നതിന് ശേഷം മദ്യ ഉപഭോഗത്തിൽ 1,46,00,000 കുറവ് വന്നോ ഇല്ലയോ? ഇത് പറയേണ്ടത് നിങ്ങൾ തെറ്റാണ്. ഇല്ല ഇത് രണ്ട് കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ മതി. ഒന്ന് നിങ്ങളുടെ KPCC പ്രസിഡന്റിനെ, രണ്ട് KPCC പ്രസിഡന്റ് പറയുന്ന നയം എന്താണെന്നറിയോ? ഇല്ല, ആ നയമൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഫൈവ് സ്റ്റാറുകളെ ഇതിനെ സ്റ്റാർ പദവികൾ കൂട്ടിക്കൊണ്ട് ഓവർകം ചെയ്യാനുള്ള നാടകങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിലവിലുള്ള മദ്യനയത്തിൽ ചില ഭേദഗതികൾ കൂടി വേണമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. അത് ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ KPCC പ്രസിഡന്റ് എന്താഗ്രഹിച്ചാലും അത് നടക്കുന്ന സംവിധാനമാണോ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ചിത്രം പോലും ഇല്ലാതെ, അദ്ദേഹത്തിന് ഒരു ചിത്രം പോലും ഇല്ലാതെയാണ് ഇതുകൊണ്ടാണ് സുരേഷ് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞല്ല അപ്പുറത്തെ വശത്ത് കണ്ടിട്ട് അതുപോലെയാണല്ലോ ഞങ്ങളെ പോലെയാണല്ലോ അപ്പുറത്ത് നടക്കുന്നത്. ജോലി കുറയുകയാണ്. ഈ ചർച്ച അവസാനിക്കും. ഇതിന് ഈ ഘട്ടത്തിൽ ഞാൻ പറയാം, ഞങ്ങളുടെ മദ്യനയത്തിലെ ചില ലൂപ്പ് പോയിന്റിലൂടെ കയറി വരാനുള്ള ഈ ബാർ മുതലാളിമാരുടെ ശ്രമത്തെ ഭേദഗതിയിലൂടെ മറികടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KPCC ഇവരുടെ ഭരണത്തിൽ ഒരു റോളുമില്ല. സന്തോഷ് മാധവനോ മറ്റോ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് നടത്തിയിട്ട് അച്യുതാനന്ദൻ മാത്രമേ ഇറങ്ങിപ്പോയ സഭയിലെ CPM അതുപോലെ തന്നെ അല്ലല്ല ഭരിച്ചത് അച്യുതാനന്ദൻ അല്ലല്ലോ, അത് പറയണ്ടേ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ കുറിച്ചുള്ള വിലയിരുത്തലിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. ഇല്ല ഷഫീർ ഒരു മിനിറ്റ്, നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മാറാം. മദ്യനയം അങ്ങേക്ക് തൽക്കാലം 136 അഴിമതി കേസുകളുമായിട്ടാണ് 136 അഴിമതി കേസുകളുമായിട്ടാണ് ഈ സർക്കാർ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പോകുന്നത്. ഏതാ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു എഫ്ഐആർ പറയും. സുരേഷേ, റഹീം പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു അഴിമതി ബാർ കുംഭകോണത്തിൽ ആരോപണം മാത്രം ബാർ കുംഭകോണത്തിൽ കെ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ടിനെ ശരിവെച്ചുകൊണ്ട് കോടതി പരാമർശമുണ്ടായി. തിരുവനന്തപുരത്തെ കോടതി ഇതാണ്, ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. പറയട്ടെ, എങ്ങും സ്റ്റേ ചെയ്തിട്ടില്ല. ഹൈക്കോടതി നിങ്ങൾ നിർത്തും, ഒന്നുമില്ല. ബാർ കുംഭകോണം ഞാൻ ചെയ്തിട്ടെ. ബാർ കുംഭകോണം, കടുംപെട്ട് മന്ത്രിസഭ, ഇതിലെല്ലാം ഉണ്ടായതൊന്നും ഫെയറാണ്. പാഠപുസ്തക കുംഭകോണം, ഇതെല്ലാം സിവിൽ സപ്ലൈസ് അഴിമതി, കൺസ്യൂമർ ലോകായുക്ത എടുത്ത് എഫ്ഐആർ വെരിഫിക്കേഷൻ നടത്തി ഈ എഫ്ഐആർ എടുത്ത പിന്നെ എന്തിനു ഇത്ര മാത്രം കേസുകളും ആരോപണങ്ങളും ഒരു കേസുമില്ല എന്നാണ് സുരേഷ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനാദികളാണ്. ഈ 5 വർഷത്തെ ഭരണത്തെയാണ് ഇവിടെ വിലയിരുത്തുന്നത്. നിങ്ങളും കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇവിടെ മത്സരിച്ചിട്ടുള്ളതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അന്നത്തെ ചരിത്രവും കൂടി എടുത്ത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു ഉത്തരം കിട്ടണമെന്നല്ല നിങ്ങളിപ്പോൾ ആവശ്യപ്പെടേണ്ടത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടായ പ്രശ്നമെന്ത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭരണം കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യം? ഈ മദ്യനയത്തിൽ നിങ്ങളുടെ തീരുമാനമെന്ത്? അതുപോലെ അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഈ ഭരണത്തിലെ അഴിമതിയെ എങ്ങനെ കാണുന്നു? ഇത് നിങ്ങൾ എന്താണ് പറയാത്തത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ UDF-ന്റെ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇവിടെ 136 കേസുകളിൽ സന്ധിയില്ല എന്ന് പറയുമ്പോൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോയില്ല. 136 കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് ശ്രീ റഹീം പറഞ്ഞ UDF ഗവൺമെന്റ്. ഈ ഗവൺമെന്റിലെ എല്ലാ മന്ത്രിമാരും അഴിമതിക്കാരായി മാറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. ഈ മന്ത്രിസഭ അഴിമതിയുടെ മന്ത്രിസഭ മാത്രമല്ല, നാണക്കേടിന്റെ മന്ത്രിസഭ. മന്ത്രിമാരെല്ലാം പെണ്ണുങ്ങളുടെ പുറകെ കിടക്കുന്ന പാർട്ടി മന്ത്രിമാരായിട്ട് മാറി. ഇത്രയും ഒരു മന്ത്രിസഭ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് 5 വർഷം പോയി എന്ന് ചോദിച്ചാൽ, ഈ നാണക്കേടിനെ സഹിക്കാനും ഈ നാണക്കേടുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും LDF തയ്യാറായതുകൊണ്ടാണ് ഈ സർക്കാർ ഇത്രയും കാലം നിയമസഭയ്ക്കകത്ത് പൊറാട്ട് നാടകങ്ങൾ കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നതിനൊന്നും ജനങ്ങളെ നമ്മൾ കബളിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ നിയമസഭയിലെ കണക്കനുസരിച്ച് അവർക്ക് അവിടെ കാര്യങ്ങൾ ഉന്നയിക്കാനും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അല്ലാതെ നിങ്ങളെപ്പോലുള്ളവരെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക? 2 വർഷം മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ രാപ്പകൽ സമരം, അനിശ്ചിതകാലം, ഉമ്മൻചാണ്ടി രാജിവെക്കുന്നത് വരെ
സമരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സമരത്തിലൂടെ സ്വന്തം സഖാക്കന്മാരെ പോലും വഞ്ചിച്ചിട്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊരു പരാതി നിങ്ങളെ കുറിച്ചുണ്ടല്ലോ. മാത്രമല്ല കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ റഹീം പറയുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കരുത്. ഞാൻ പറഞ്ഞോട്ടെ, കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം ഈ ശിവൻകുട്ടി MLA പോലെയുള്ളവർ കേരളത്തിന് മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ അപമാനമുണ്ടാക്കിക്കൊണ്ട് ഉടുതുണി അഴിച്ച് അസംബ്ലിക്കുള്ളിൽ ചാടി. എന്നിട്ട് അവിടെ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച് ലഡു കൊടുക്കുന്ന സമയത്ത് ഇത്രത്തോളം പുച്ഛത്തോടും നാറിയ അവസ്ഥയിൽ പ്രതിപക്ഷം നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് പുറത്ത് സമരം ഞങ്ങളുടെ ഒരു MLA അസംബ്ലിക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കില്ലായിരുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങൾ പോരാട്ടത്തിലൂടെ വന്ന അഡ്ജസ്റ്റ്മെന്റ് സമരം നിങ്ങളുടെ ഒരു പ്രതിനിധി ആ സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കെ എം മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയണം. കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേനാൾ വീട്ടിൽ പോയിട്ട് തൊഴുത് പള്ളിയിൽ പോയി ഞങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരം പ്രഖ്യാപിച്ച പാർട്ടി BJP ആണ്. ഈ കെ എം മാണിയെ ഒരു മിനിറ്റ് നിങ്ങൾ പുറത്ത് വലിയ സമരം നടത്തിയവരാണ്. ഈ സഭയ്ക്കകത്ത് ഇവർ തടഞ്ഞില്ല എന്ന് പറയുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നിങ്ങൾക്ക് തടയാമായിരുന്നല്ലോ. വീട്ടിൽ പോകാത്തത് കെ എം മാണിയും CPM-ഉം ഒരുമിച്ച് ചേർന്ന് തലേ ദിവസം രാത്രി അസംബ്ലിക്കുള്ളിൽ കിടന്നതിന് കാരണം BJP പുറത്ത് സമരം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് അസംബ്ലി കിടപ്പിന് വേണ്ടി ഉപയോഗിച്ചത്. അതിനുശേഷം അസംബ്ലിക്കുള്ളിൽ ഞങ്ങൾ പുറത്ത് സമരം ചെയ്തത് കാരണം കെ എം മാണി അസംബ്ലിക്ക് ഒരു മിനിറ്റ് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ദയവായി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എല്ലാവരോടും. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പലതും വരുന്നില്ല. നിങ്ങൾ ഈ പുറത്ത് പ്രസംഗിക്കുന്നത് പോലെ ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഇവരുടെ ഒരു MLA അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഞങ്ങൾ അഞ്ചാമത്തെ വാതിൽ ഉപരോധിക്കും. ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, ഈ അഴിമതിക്കാരനെ പുറത്താക്കിയല്ലേ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കൊണ്ടിടുന്ന ആളാണ്, സഖ്യം കൂടാൻ വേണ്ടി കൊണ്ടിടുന്ന ശ്രീലാൽ, നിങ്ങൾക്കറിയാം ഈ കെ എം മാണി കേരളത്തിലെ അഴിമതിയുടെ പ്രതിബിംബമാണ്. ആ കെ എം മാണിയെ ധനകാര്യമന്ത്രിമാരുടെ കേന്ദ്ര കമ്മിറ്റി ഞാനൊന്ന് പറയട്ടെ. വെസ്റ്റ് ബംഗാളിന്റെ ആളിനെയും കോൺഗ്രസിനെയും ആരെയും ആക്കാം. ഞാനൊന്ന് പറയട്ടെ. ഇനി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ BJP-യെ ആക്കിയതിരിക്കാം. ഞാൻ പറഞ്ഞ അതല്ല, ഏത് പാർട്ടിയിൽപ്പെട്ടെന്നല്ല, അതല്ല മംഗല എന്ന് നോക്കുന്നത്. പക്ഷേ അഴിമതിയുടെ പേരിൽ ഏറ്റവും വലിയ പിൻപോയിന്റിൽ നിൽക്കുന്ന ഒരാൾ, ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും മാറ്റാൻ ഇവർ തയ്യാറായില്ല. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ കെട്ടുകിടക്കുന്നത് അവിടെയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസിഡന്റ് അനുസരിച്ച് പോസ്റ്റാണ്. തെറ്റാണ് നിങ്ങൾ പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെയല്ല, അതല്ല ശരി. ശ്രീ ലാൽ, ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അരുൺ ജെയ്റ്റ്ലി എറണാകുളത്ത് വന്നിട്ട് എന്താ പറയുന്നറിയോ? ഇതുപോലൊരു മികച്ച ധനകാര്യ വിദഗ്ധൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ശരിയല്ലേ ഷഫീർ? അങ്ങനെയല്ലേ? വലിയ മികച്ച ആളല്ലേ വലിയ ബഹളത്തിൽ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആലോചിക്കാവും. ഇത് വളരെ കൃത്യമായ നിലപാട് പറയാലോ. ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട റോൾ പോലെ ഇവിടെ വലിയൊരു അപകടകരമായൊരു വിശേഷമുണ്ട്. ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം BJP-യെയും RSS-നെയും അതോടൊപ്പം തന്നെ മറ്റ് തീവ്രവാദ ശക്തികളെയും കേരളത്തിൽ പാലൂട്ടി വളർത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചു. ഇവിടെ ഈ ചർച്ചയിൽ ശ്രീ സുരേഷും ശ്രീ ഷഫീറും ഒരു കാര്യത്തിൽ ഉറപ്പ് തരണം. ഈ കോലി ബി സഖ്യം പോലെ
91 മാതൃക ഇവിടെ ആവർത്തിക്കില്ല. റഹീമിന് ശ്രീ ഞാൻ പറയട്ടെ ഞാൻ ശാന്തമായി പറയും, താങ്കൾ മറുപടി ബംഗാൾ പറയൂ. മോഡൽ ഇവിടെ വരില്ല താങ്കൾ എന്ന് ഉറപ്പാണ്. ബംഗാളിൽ ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പറയാം സാധനം ഇവിടെ വരില്ല എന്ന് പറയാം സോണിയാഗാന്ധി യെച്ചൂരി ഒരുമിച്ച് അവിടെ കയറിയിരിക്കുന്ന വാഹനത്തിൽ. ഒന്ന് നിർത്താൻ അല്ല, പറയൂ. പറയൂ, റഹീം പറയൂ. അതൊക്കെ പറയുന്നുള്ളൂ. ഇല്ല, നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും സുരേഷിന് പറഞ്ഞിട്ട് അവസരമുണ്ട്. 91 അത് സുരേഷിന് പറഞ്ഞല്ലോ. അവസരമുണ്ട്. ഞാനത് സുരേഷ് പറയട്ടെ. വരാം. താങ്കൾ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കായിരിക്കും. എന്റെ ചോദ്യം ആ, വളരെ ശരി. സി, ഞാൻ സി. അസഹിഷ്ണുത അല്ല, കാണിക്കുന്നത് സമ്മതിച്ചാൽ മതി. സി, ഞാൻ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിൽ ഞാൻ ഇല്ല, അസഹിഷ്ണുത റഹീം കാണിച്ചു പറയൂ, എന്ന് റഹീം സമ്മതിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ഒറ്റ ചോദ്യമാണ്. അതിന് വിസ്തീർണം തരാൻ പറയുമ്പോൾ എന്താ അതേ പറയട്ടെ. കേരളത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ 91 മാതൃക ആവർത്തിക്കില്ല എന്ന് ശ്രീ സുരേഷിനും ശ്രീ ഷഫീറിനും കേരള മനസാക്ഷിക്ക് മുമ്പിൽ ഉറപ്പ് കൊടുക്കാൻ പറ്റോ? ഉദുമയും മഞ്ചേശ്വരത്തും സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇവിടെ ഈ തിരുവനന്തപുരം സെൻട്രലിലും തൊട്ടപ്പുറത്ത് നേമത്തും നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായി BJPക്കോ കോൺഗ്രസിനോ പറയാൻ കഴിയും. ഇന്ന് ഇത് സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന അടുത്ത ഭാഗം, ഇന്ന് ഇത് സംബന്ധിച്ച് മറ്റൊരു ചാനലിൻ്റെ ഒരു ടെലിവിഷൻ ഷോയിൽ ഇത് സംബന്ധിച്ച് DYFയുടെ നേതാവ് ശ്രീ സഖാവ് റിയാസ് ഈ ആരോപണത്തെക്കുറിച്ച് ഉന്നയിച്ചപ്പോൾ പ്രകോപിതരായി എന്നും മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്താ പറഞ്ഞേ, നീ അങ്ങ് പാകിസ്ഥാനിൽ പോയെന്നാണ്. അപ്പോൾ ആ ചാനൽ ആ വാർത്ത അത് നയിച്ചുകൊണ്ടിരുന്ന അയാൾ പറഞ്ഞു, ശ്രീ റിയാസിൻ്റെ പേര്, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ രാജ്യം പാകിസ്ഥാനാണ്, നിങ്ങൾ ഈ പറഞ്ഞത് സൗദ്ദേശത്തിലല്ല ദുരുദ്ദേശത്തോടെയാണ്. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പ്രശ്നം ഹിന്ദു മുസ്ലിം വേർതിരിവ് ശക്തിപ്പെടുത്തുന്നതിന് BJP ശ്രമിക്കുന്നു. അമിത്ഷായാണ് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ നീക്കുന്നത്, ഇവരാരുമല്ല. ഞാൻ പറയട്ടെ ആ അമിത്ഷാ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് കുപ്രസിദ്ധമായ UPയിൽ അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ച ഒരു ടെക്നിക്കുണ്ട്. അതൊരു വികസന അജണ്ടയും മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നില്ല, അത് കൃത്യമായ വർഗീയ പോളറൈസേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ആ വർഗീയ പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് മൗനാനുവാദം കൊടുക്കുന്നു. ഖർവാപ്പസിക്കെതിരെ കേസെടുക്കാത്ത ഒരേ ഒരു ഗവൺമെന്റ് അവരാണ്. പ്രവീൺ തൊഗാഡിക്കെതിരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തായാലും ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഞാൻ ആദ്യ ഘട്ടത്തിൽ 2 കാര്യങ്ങളാണ് അന്വേഷിച്ചത്. അതായത് അഴിമതിയെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം BJPയും LDF ഉൾപ്പെടെ ഈ സർക്കാരിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ വരും. മദ്യനയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് രണ്ടിനെക്കുറിച്ചും എല്ലാവരും എന്താണ് കാണുന്നതെന്ന് ചോദിച്ചു. അതിൽ കൃത്യമായ ഉത്തരം പറഞ്ഞു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങൾ എന്തൊക്കെയോ പറയുകയും ചെയ്തു. അടുത്ത ഘട്ടം എനിക്കങ്ങനെ തോന്നുന്നു, കൃത്യമായ ഉത്തരം കിട്ടിയില്ല. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ റഹീം പറഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത്. എങ്ങനെയാണ് നാളെ മുതൽ നിങ്ങളുടെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ അണികളെ, സഖ്യകക്ഷികളെ, പുതിയ സൗഹൃദങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരുക്കുന്നത്, കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ശ്രീ റഹീം പറഞ്ഞ ഒരു ഭീകരാവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളപ്പോൾ നിങ്ങൾ ഒരു മുൻകരുതൽ എടുക്കുമോ ഷഫീർ? അവിടെ പഴയ ആരോപണങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ആരോപണമില്ല. ഞാൻ പറഞ്ഞുതരാം. ജനസംഘവുമായി ചേർന്ന് KG മാരാരെ ഉദുമയിൽ മത്സരിപ്പിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം ചരിത്രത്തിന്റെ ഭാഗമാണ്. എവിടെ 989 VP സിംഗുമായിട്ട് ചേർന്നുകൊണ്ട് അന്തിച്ചർച്ച നടത്തിയതിന്റെ ഒരു ഭാഗത്ത് ഓവർകം ചെയ്യണ്ട. മഞ്ചേശ്വരത്തായിരുന്നാലും കാസർഗോഡായിരുന്നാലും തിരുവനന്തപുരത്തായിരുന്നാലും വട്ടൂർക്കാവിലായിരുന്നാലും ശരിയാവില്ല. ഷഫീറിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. തുടക്കം തൊട്ട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ BJPയുടെ പ്രശ്നവും CPMന്റെ പ്രശ്നവും ഉള്ള പരാതിയും പറയുന്നു. നിങ്ങളുടെ പരാതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് KG മാരാറും രാജ്യത്ത് മുൻകരുതൽ എടുക്കുന്നുണ്ടോ? രാജ്യത്ത് BJPയുമായോ സംഘപരിവാരുമായിട്ടോ ഒരു പ്ലാറ്റ്ഫോറത്തിൽ ഒരു അന്തിച്ചർച്ചയിൽ പോലും ഒരുമിച്ചിരിക്കാത്ത ഒരൊറ്റ പാർട്ടിയുള്ളത് ഇന്ത്യയിൽ കോൺഗ്രസ് മാത്രമാണ്. ഞങ്ങൾ പറയുന്നു കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, സെൻട്രലിൽ ഇപ്പോൾ ഈ അടുത്ത സമയം കൊണ്ട് നേമത്ത്, വട്ടൂർക്കാവിൽ ഇത്രയും ഈ BJP കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് ചെറുക്കുന്നത്, അവരുമായിട്ട് ഫേസ് ടു ഫേസ് പിന്നെ പ്രതിരോധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഞങ്ങള് BJPയും ഇവരും തമ്മിൽ ഒരു ചെറിയ സഖ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ടൊരു വലിയ ആശങ്കയുണ്ട്. കാരണം കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ദേവസ്വം ബോർഡ് കണിച്ചുകുളങ്ങര ദേവസ്വത്തിലേക്ക് 15,000 വോട്ടുണ്ട്. 7,000 വോട്ട് CPMന്റെ മെമ്പേഴ്സ്. മറുപടി പറയേണ്ട കാര്യമാണ്. 7,000 വോട്ട് CPMന്റെ എഫക്റ്റീവ് മെമ്പേഴ്സിൻ്റെ വോട്ടാണ്. അവിടെ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം സ്ഥാനാർത്ഥികളെ നിർത്തി. പക്ഷേ
ജില്ലാതലത്തിന് മുകളിലുള്ള CPM നേതൃത്വത്തിന്റെ സമ്മർദ്ദം കാരണം സ്ഥാനാർത്ഥികൾ പിൻവലിച്ചു. വെള്ളാപ്പള്ളി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട 15,000-ൽ 7,000 സഖാക്കന്മാർക്ക് മെമ്പർഷിപ്പുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ പറയുന്നു, സഖാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം ഒരു പാലമിട്ട് വെള്ളാപ്പള്ളിയെ ചേർത്തുകൊണ്ട് RSS-ഉമായിട്ട് ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഞങ്ങൾ പറയാം, ഷഫീർ ചോദിക്കുന്ന 1000-ത്തിനപ്പുറം ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു വലിയ ആരോപണം എനിക്ക് BJP-ക്കെതിരെ ഉന്നയിച്ചു. ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരത്തും കേരളത്തിലുമൊക്കെ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനം, നീചമായ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സംവിധാനം കൊണ്ടുവന്ന് CPM-ഉം കോൺഗ്രസും അല്ലേ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പെയ്ഡ് സീറ്റിൽ CPI-യുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ശശി തരൂരിന് വോട്ട് ചെയ്തില്ലേ CPM? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തീർന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാരാ? KM മാണിയുടെ ഉറ്റ ചങ്ങാതിയും ദാസനുമായിട്ട് നിന്ന് പിണറായി വിജയന്റെ തെറി അഭിഷേകം ഉൾപ്പെടെ വിളിച്ച ആളിനെ ഇപ്പോൾ UDF-നെതിരെ ശിവകുമാറിനെതിരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കുന്നത് ശിവകുമാർ വെട്ടിച്ച കോടികളുടെ ഞാൻ പറയാലോ എന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ പറയാം. റഹീം പറയണ്ട, ഞാൻ പറയാം എന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച്. അടുത്ത് ഇപ്പുറത്ത് നേമത്താര സ്ഥാനാർത്ഥി. നേമത്ത് ഇന്നലെ വരെ ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന സ്ഥാനാർത്ഥിയെ അവിടെ ശിവൻകുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ കോൺഗ്രസ്. ഇവിടെ ബംഗാൾ മോഡൽ നേമത്തും തിരുവനന്തപുരത്തും നടക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ വരെ കോൺഗ്രസിന്റെ കൂടെ നിന്ന ആൾ CPM സ്ഥാനാർത്ഥി. നേമത്ത് ഇന്നലെ വരെ CPM-ന്റെ കൂടെ നിന്ന ആൾ ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇന്നലെ വരെ LDF-ന്റെയും UDF-ന്റെയും കൂടെ നിന്നവർ നിങ്ങളുടെ കൂടെ ഇല്ലേ? ഞാൻ അതല്ലല്ലോ പറയുന്നത്. ഇത്രയും സമയം ഡോക്ടർ ലാലിന്റെ ചോദ്യത്തിന് ഞാൻ ആ ഗൗരവത്തിൽ കാണുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നു കേരളത്തിൽ BJP വളർന്നു വരികയാണ്. കേരളത്തിൽ BJP വളർന്നു വരിക മനസ്സിലാവും, വ്യക്തമായി മനസ്സിലാവും. BJP വളർന്നു വരികയാണ്. BJP വളരുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നവർ BJP-ക്ക് വോട്ട് ചെയ്താണ് BJP വളരുന്നത്. അതുകൊണ്ട് ഞങ്ങളിലേക്ക് അവർ വരും, സംശയമില്ല. നിങ്ങൾ ഒച്ച എടുത്തിട്ട് കാര്യമില്ല. സുരേഷിനോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ഒരു തഴച്ചിലുമില്ല. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് 14 സ്ഥാനാർത്ഥികൾ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 14 സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതാണ് ജില്ലാ പ്രസിഡന്റ്. ഇത് നിങ്ങളുടെ കോൺഗ്രസിന്റെ പാരമ്പര്യമൊന്നും BJP-ക്കില്ല. എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം BJP-ക്കകത്തുണ്ട്. ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുക. നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത്. സുരേഷിനോടുള്ള ചോദ്യം ഇതാണ്, നേരത്തെ ഇവിടെ ഉന്നയിച്ചതാണ്. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഇന്ന് സംഭവിച്ചൊരു കാര്യമാണ്. DYFI-യുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തോട് BJP-യുടെ പ്രതിനിധി പറയുകയാണ്, അതെ, മുഹമ്മദ് റിയാസിനോട് പറയുകയാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളാൻ. ഇതാണോ നിങ്ങളുടെ രീതി? ഒന്ന്, എനിക്ക് ആ ചാനൽ ചർച്ച ഞാൻ കണ്ടിട്ടില്ല. ആരാണ് പങ്കെടുത്തതെന്ന് ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. അതിനെക്കുറിച്ച് ആ രീതിയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള നീതിയൊന്നുമല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ LDF-നും UDF-നും എതിരായിട്ടുള്ള ആൾക്കാർ BJP-യിലേക്ക് വരുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവർ എന്തിനാ വരുന്നത്? BJP കേരളത്തിൽ പ്രതീക്ഷ BJP ആയതുകൊണ്ട്. നിങ്ങൾ എന്താ പ്രതീക്ഷ? നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾ എന്ത് കാര്യമാണ് മുന്നോട്ട് വെച്ചത് ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ മദ്യനയവും സോളാറും അല്ല പ്രധാനം. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഇവിടത്തെ പാവങ്ങൾക്ക്, അരിപ്പയിലൊക്കെ കിടക്കുന്ന പാവങ്ങൾക്ക് 6 അടി മണ്ണെങ്കിലും കൊടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും വീട് കൊടുക്കുമെന്ന് പറയുന്നു. ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നു. കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വികസിതമായ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് പറയുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ പരിവർത്തനം വരുത്തുമെന്ന് പറയുന്നു. ഗുജറാത്തിലെ പോലെ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന പോലെ ഈ കേരളത്തെ മാറ്റിയെടുക്കുന്നത് ഞങ്ങൾ ആത്മവിശ്വാസം കൊടുക്കുന്നത്. BJP-ക്ക് വഴികാട്ടാൻ അവസരം ലഭിച്ച 2 സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും ഗുജറാത്തും. HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നിങ്ങളൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വിദ്യാഭ്യാസം വെച്ച് ഈ ജനങ്ങളെ എത്ര കാലമായിട്ട് പറ്റിക്കുന്നു? പശ്ചിമ ബംഗാളിൽ എന്ത് ഹ്യൂമൻ, പശ്ചിമ ബംഗാളിലെ പാവങ്ങൾ ഇവിടെ വന്ന്
പൊറോട്ട അടിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ഹ്യൂമൻ ഇൻഡെക്സ് 35 വർഷം ഞാനൊന്ന് പറയട്ടെ, അവിടുത്തെ പാവങ്ങൾക്ക് കൂലിപ്പണി കൊടുക്കാൻ പറ്റിയ കൂലിപ്പണി കൊടുക്കാൻ പറ്റിയ വലിയ സിദ്ധാന്തം ഞാനൊന്ന് പറയട്ടെ ഈ സാധാരണക്കാരന്റെ വിഷയങ്ങൾ സയന്റിസ്റ്റിന്റെ ഇതല്ല നമ്മൾ ഒരു പോയിന്റ് പ്രായോഗിക പ്രശ്നമാണ്. പശ്ചിമ ബംഗാളിലെ പാവപ്പെട്ടവൻ ഇവിടെ വന്ന് പൊറോട്ട അടിക്കാതിരുന്നാൽ ഈ പറയുന്നതിൽ വസ്തുതയുണ്ട്. പൊറോട്ട അടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഗുജറാത്തിൽ നിന്നുള്ളവരുണ്ട്, ഒറീസയിൽ ഏതെങ്കിലും ഒരു ഗുജറാത്തിലെ ഇവിടെ കൂലിപ്പണി ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അതൊക്കെ പോയി കാലഘട്ടം പോയി. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴാണ് മാറി. ഗുജറാത്തിൽ പോയി അന്വേഷിക്കണം. 28 രൂപയ്ക്ക് ക്രൂഡ് ഓയിലിന്റെ പിന്നെ ബാരൽ വാങ്ങി 65 രൂപയ്ക്ക് വിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇവിടുത്തെ 28 കോടി പാവങ്ങൾക്ക് പറ്റാത്തവര്. നമുക്ക് അവസാന ഘട്ടത്തിൽ ഒറ്റ കാര്യം ഞാൻ ചോദിട്ടെ, ഈ HDI അവർക്ക് ഇഷ്ടമല്ല. HDI വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അത് BJP അറിയില്ല. പറയട്ടെ, നിങ്ങൾ പറയുന്നോണ്ടാ ഇൻട്രസ്റ്റ് ഇല്ലാത്ത CPM-കാർ ഇതേപോലുള്ള വരട്ടുവാദം പറയുമ്പോഴേ പറയട്ടെ ഏറ്റവും അധികം ഭവനരഹിതരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇവരുടെ ഗുജറാത്തും ഈ രാജസ്ഥാൻ. ഞാൻ പറയട്ടെ, ആയുർദൈർഘ്യം അതിന് മറുപടിയില്ല. ഇവർക്ക് ഈ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖകളാണ്. ഗവൺമെന്റ് അതല്ലേ പറഞ്ഞത് HDI എന്ന് പറഞ്ഞാൽ അതാണ് രേഖ. ഞാൻ ആധികാരികമായി പറഞ്ഞത് ആ HDI-യെയും ആധികാരിക രേഖകളെയും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഒന്ന്. രണ്ടാമതൊന്ന്, ഈ കേരളവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടുപേരും സമയമെടുത്ത് സംസാരിക്കുമ്പോഴും ആ ചോദ്യത്തിൽ എന്തേ ഒഴിഞ്ഞു മാറി? അതിൽ നിന്ന് പ്രേക്ഷകർ വായിച്ചെടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കോലി-ബി സഖ്യം ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്റെ പറഞ്ഞില്ല, എന്റെ മറുപടി പറയുന്നില്ല, എന്റെ മറുപടി പറയുന്നില്ല. ഞങ്ങൾ കോമാളി സഖ്യമോ എന്ത് സഖ്യമാവട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിൽ യെസ്, എന്തായാലും നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പോവുകയാണ്. തുടക്കത്തിൽ ഞാൻ ചോദിച്ചതുപോലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ മേൽ വരുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ സ്ഥാനാർത്ഥികളെ എതിർക്കുന്നവർ നേരിടുന്നത് എന്നതായിരുന്നു ചോദ്യം. അഴിമതിയെക്കുറിച്ചും മദ്യനയത്തെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യത്തിന് ഷഫീറിന് കൃത്യമായ ഉത്തരം പറയാൻ പറ്റിയോ എന്നുള്ളത് കൃത്യമായും പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. അതിനെ കൃത്യമായി LDF വിമർശിക്കുമ്പോൾ എന്ത് മാതൃകയാണ് ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത് പുതിയ വഴികാട്ടാൻ വരുന്നവർക്ക് എന്ന് BJPക്ക് പറയാനായോ? അതും പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. എന്തായാലും നാളെ മുതൽ നാമനിർദ്ദേശ പത്രികകൾ എത്തിത്തുടങ്ങും. 29-ാം തീയതി വരെ അത് സ്വീകരിക്കും. പിന്നെയാണ് യഥാർത്ഥ പോരാട്ടം. 16-ാം തീയതി ജനങ്ങൾ വിധിയെഴുതും. 19-ന് നമുക്കറിയുകയും ചെയ്യാം. അതുവരെ ഇതിനൊരു ശാന്തതയുമില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ BRM ഷഫീർ, ശ്രീ A റഹീം, ശ്രീ സുരേഷ്. പുതിയ 6 ബാറുകൾ കൂടി അനുവദിച്ച സർക്കാർ നടപടിയെ വിമർശിച്ച KCBC രംഗത്ത്. നടപടി UDF മദ്യനയത്തിൻ്റെ വിശ്വാസ്യത തകർക്കുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി ഫാദർ TJ ആന്റണി പ്രസ്താവനയിൽ പറഞ്ഞു. വിജയ് മല്യയ്ക്ക് ഭൂമി പതിച്ചു നൽകിയതിന് പിന്നിൽ കൂട്ട അഴിമതിയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. UDFന്റെ മദ്യനയം കാപട്യമാണെന്ന് ഇതോടെ വ്യക്തമായി. വൻ ഡിസ്റ്റിലറി തുടങ്ങാൻ സ്ഥലവും സൗകര്യവും നൽകുന്നവർ എങ്ങനെയാണ് മദ്യനിരോധനം നടപ്പാക്കുകയെന്നും പിണറായി ചോദിച്ചു.